നാട്ടിലെ ബേക്കറിയിൽ നിന്നും കിട്ടുന്ന കറുത്ത ഹലുവയുടെ അതേ രുചിയിലും അതേ ലുക്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഈ റെസിപ്പിയിൽ ഞാൻ പറയുന്ന മെഷർമെൻറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റുള്ള ഹൽവ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എത്ര നേരം ഇട്ട് ഇളക്കിയാലും മാവിൻ്റെ രുചിയായിരിക്കും മുൻപിൽ നിൽക്കുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന്. കപ്പിൽ മെഷർ ചെയ്തെടുത്തിട്ടുള്ള കൃത്യം 3 കപ്പ് ഗ്രേറ്റ് ചെയ്ത കോക്കനട്ട് എടുക്കുക. അത് ഫ്രിഡ്ജിൽ നിന്നോ ഫ്രീസറിൽ നിന്നോ എടുത്ത് ഉടനെ തന്നെ ഉപയോഗിക്കരുത്. റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. അല്ലെങ്കിൽ അത് തണുപ്പുണ്ടെങ്കിൽ നമ്മൾ എത്ര പിഴിഞ്ഞെടുക്കാൻ നോക്കിയാലും നമുക്ക് അത്രയ്ക്ക് നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല ക്വാണ്ടിറ്റി മിൽക്ക് നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് നമുക്ക് മിക്സിയുടെ വലിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം. അതിലോട്ട് ഞാൻ 3.25 കപ്പ് വെള്ളം അതേ മെഷറിംഗ് കപ്പിൽ മെഷർ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അടിച്ച് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഈ കാണുന്നത്. ഇത് കറക്റ്റ് 3.25 കപ്പ് തേങ്ങാപ്പാലുണ്ട്. ഇതിൽ നിന്നും 3/4 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഈ തേങ്ങാപ്പാലിലോട്ട്. അത് മറക്കരുത്. കാരണം ഹൽവയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയും ആ ഒരു കാരമലൈസ്ഡ് ഇഫക്റ്റ് ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഒരു നുള്ള ഉപ്പ് എന്തായാലും ചേർക്കണം. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ റെസിപ്പിയിൽ. ഇതൊരു മധുരപലഹാരം ആയതുകൊണ്ട് തന്നെ ഒരു നുള്ള ഉപ്പ് മാത്രം മതി. ഈ ഹൽവയ്ക്ക് നല്ല കറുത്ത കളർ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല കറുത്ത ശർക്കര തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഞാനിവിടെ 250 ഗ്രാം കറുത്ത ശർക്കരയിലോട്ട് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. ഇതൊന്ന് ഉരുക്കി കിട്ടിയ ഉടൻ തന്നെ നമുക്കിതിനെ മറ്റൊരു പാത്രത്തിലോട്ട് ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ആ ശർക്കര പാനി ഒന്ന് തണുക്കാനാക്കി മാറ്റിവെക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോണം ഇതിൽ നിന്ന് 3/4 കപ്പ് തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള തേങ്ങാപ്പാലിലോട്ട് 1/2 കപ്പ് നമ്മൾ സാധാരണ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കട്ടകളെല്ലാം ഉടച്ചെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളെല്ലാം ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുള്ള ചൂടാറിയിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം. വലിയൊരു പരന്ന പാനിലോട്ട് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചെറിയ സൈസുള്ള പാൻ അല്ലെങ്കിൽ കുഴിയുള്ള ഹൈറ്റുള്ള ചെറിയ ഒതുക്കുള്ള പാനിലോട്ടൊക്കെ നമ്മളിത് ഒഴിച്ചു കൊടുത്ത് വരട്ടിയെടുക്കുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും ആ കറുത്ത കളറിൽ വരാനായിട്ട്. ഇത് പരന്ന പാൻ ആകുമ്പോഴേക്കും കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് കറുത്ത കളറിൽ വരട്ടിയെടുക്കാൻ പറ്റും. ഒരു ലോഫ്റ്റിനിൽ കുറച്ച് ഗീ ഇട്ടിട്ടൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ചിട്ട് ലൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പാത്രം തന്നെ ഉപയോഗിക്കുന്നില്ല, ഏതെങ്കിലും ഒരു ഒതുക്കുള്ള സ്റ്റീൽ പാത്രത്തിലും കുറച്ച് നെയ്യ് ഇട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മതി. പാർച്ച്മെൻറ്റ് പേപ്പർ വെക്കണം എന്നൊന്നും നിർബന്ധമില്ല. ഇനി നമുക്കിതിനെ കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരുപാട് തീ കുറച്ച് വെക്കരുത്, എന്ന് ഒരുപാട് തീ കൂട്ടി വെക്കരുത്. എപ്പോഴും ഒരു മീഡിയം ടു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഒരു കാരമലൈസ്ഡ് ആയിട്ടുള്ള നല്ലൊരു കളറിലുള്ള ഹൽവ കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇതുപോലെ കുറുകി തുടങ്ങും. അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുറുകൂട്ടോ. ഈ സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന 3/4 കപ്പ് തേങ്ങാപ്പാലും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാൽ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് ഒരു വലിയ ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ചേർക്കുന്നത് നമ്മുടെ നാടൻ ബേക്കറികളിൽ കറുത്ത ഹൽവയുടെ ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഇതുപോലെ കുറുകി വരും. അപ്പോൾ ഇതുപോലെ കുറുകി വരുമ്പോൾ കളറും കുറേ കൂടെ ഡീപ്പായിട്ട് തുടങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ സമയത്ത് ഒരു വലിയ ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ഒരുപാട് കുറച്ച് വയ്ക്കരുത്, അതേസമയം ഓവറായിട്ട് കൂട്ടിയും വെക്കരുത്. ഒരു മീഡിയം ടു മീഡിയം ഹൈയിൽ വേണം വെക്കാനായിട്ട്. അപ്പോൾ തീരെ കുറഞ്ഞ തീ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞോണം ഇങ്ങനെ കറുത്ത കളറിൽ നമുക്ക് കിട്ടില്ല. ഓക്കെ, ആ ഒരു കാരമലൈസ് ടേസ്റ്റ് കിട്ടില്ല, അരിപ്പൊടി രുചിയായിരിക്കും മുന്നിട്ട് നിൽക്കുക. ഏകദേശം ഒരു 40 മിനിറ്റ് ആയപ്പോഴേക്കും ഇതുപോലെ നല്ല ഡാർക്ക് ആൻഡ് ഗ്ലോസി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് ചോപ്പ് ചെയ്ത കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മതി. അതുപോലെ തന്നെ നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ഒരു നുള്ളു ചുക്ക് പൊടി, ഇതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർക്കാം, നല്ല സ്മെല്ലായിരിക്കും. അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ എനിക്കിതിപ്പോൾ 40 മിനിറ്റാണ് എടുത്തത്. പക്ഷെ നിങ്ങളുടെ ഗ്യാസിൻ്റെ ഇതനുസരിച്ചിരിക്കും. ഇപ്പോൾ എൻ്റെ ഒരു മീഡിയം ഹൈ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മീഡിയം ഹൈ ഫ്ലെയിം കുറച്ചൊരു ചെറിയ അടുപ്പാണെങ്കിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ സമയം എടുക്കുമായിരിക്കും ഈ ഒരു കളർ കിട്ടാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് വരുമായിരിക്കും. എന്തായാലും ഈ ഒരു കളർ വരുമ്പോഴാണ് നമ്മൾ ഇതിലൂടെ നട്ട്സും പൊടികളൊക്കെ ചേർക്കണമെങ്കിൽ, അതായത് ഏലക്കപ്പൊടിയും ചുക്കുപൊടിയൊക്കെ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ചേർക്കണമെങ്കിൽ ചേർക്കേണ്ടത്.
അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ചെറുതായിട്ട് എണ്ണയൊക്കെ വിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഹൽവയാക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു മുഴുവനായിട്ടുള്ള ആ ഒരു കാരമൽ ടേസ്റ്റ് ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്നിരിക്കില്ല. നല്ലൊരു ടേസ്റ്റ്, ആ ഒരു കാരമലൈസ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുറച്ച് സമയം കൂടെ നമുക്കിട്ട് ഇളക്കി കൊടുക്കേണ്ടി വരും. എനിക്കിത് കറക്റ്റ് 1 മണിക്കൂർ എടുത്തായിരുന്നു ഈ ഒരു പരുവം കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ഞാൻ നേരത്തെ 2 വലിയ ടീസ്പൂൺ നെയ്യാണ് ചേർത്തത്. വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഗ്ലോസി ലുക്ക് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇങ്ങനെ ചെയ്താലും ഒരു കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഇത് കണ്ടില്ല എന്തുമാത്രം ഓയിലാണ് പുറത്ത് സെപ്പറേറ്റായി വന്നേക്കണേന്ന്. നമ്മൾ 2 ചെറിയ ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രമാണ് ചേർത്തിട്ടുള്ളൂ. വെളിച്ചെണ്ണ നമുക്ക് 2 ചെറിയ ടീസ്പൂണിൽ കൂടുതൽ ഒരിക്കലും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു എണ്ണ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തേങ്ങാപ്പാലിൽ നിന്നും വരട്ടി എടുത്ത് കഴിയുമ്പോൾ അതിൽ നിന്നും വരുന്ന എണ്ണയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വെളിച്ചെണ്ണ ചേർക്കേണ്ട. വേണമെങ്കിൽ കുറച്ചും കൂടെ നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ചേർക്കുന്ന സമയത്ത്. ഹൽവ പാത്രത്തിലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എക്സസ് ഓയിൽ നമുക്ക് ഡ്രെയിൻ ചെയ്ത് കളയാം. ഇനി നമുക്കിതിനെ 1 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാനാക്കി മാറ്റി വെക്കണം റൂം ടെമ്പറേച്ചറിൽ, ഇതിൻ്റെ ചൂടെല്ലാം മാറാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിതുപോലെ കമഴ്ത്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഗ്ലോസി ആയിട്ടുള്ളതും സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സ്ലൈസ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, കറക്റ്റ് ഒരു ബേക്കറിയിൽ നിന്ന്, നമ്മുടെ നാടൻ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ലുക്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റ് ആണെങ്കിൽ അതുപോലെ തന്നെയാണ്, വളരെ ടേസ്റ്റിയാണ്. ആരും വിശ്വസിക്കില്ല വീട്ടിലാണ് ഇത് ഉണ്ടാക്കിയെന്ന്, അത്രയും ടേസ്റ്റിയാണ്. ശരിക്കും ജെല്ലി പോലെയാണ് ഇരിക്കുന്നത്. എൻ്റെ കുട്ടികളുടെ ഫേവററ്റ് ഹൽവയാണ്. അവരിതിന് ബ്ലാക്ക് ജെല്ലി എന്നാണ് വിളിക്കുന്നത്. അത്രയും ടേസ്റ്റിയും വളരെ സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത റെസിപ്പി വീഡിയോയിൽ കാണുന്നവരെ ബൈ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.